മീനില്ലാത്ത മീൻകറി. ഇനി മീൻ കിട്ടാത്ത ദിവസമൊക്കെ ഈ കറി ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇത് മീൻകറി അല്ലാന്ന് ആരും പറയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കുക. അപ്പം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ 5 പച്ചക്കായ എന്നോട് എടുത്തിരിക്കണത് കേട്ടോ. അപ്പം അതിൻ്റെ തൊലി നമുക്കൊന്ന് കളഞ്ഞെടുക്കണം. ഒന്നിങ്ങനെ അടുപ്പിച്ച് വരയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ തൊലി കളയണ്ട കേട്ടോ. ഇത് നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഉണക്കപ്പയറില്ലേ, ഉണക്കപ്പയറും കൂട്ടിയിട്ട് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ തന്നെയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം തൊലി കളഞ്ഞ പഴമൊക്കെ നമുക്കൊന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ 4 ആക്കിയിട്ട് മുറിച്ചിട്ട് കൊടുക്കണ്ട കേട്ടോ. എല്ലാനും 4 ആക്കി മുറിച്ചിട്ടതിന് ശേഷം നമുക്കൊന്ന് കഴുകി വരാം കേട്ടോ. ഇനി ഒന്നും കൂടി ഒരു വെള്ളത്തിലും കൂടെ ഒന്ന് കഴുകി കൊടുക്കാം കേട്ടോ. നന്നായി തിരുമ്മി കഴുകുക, അതിൻ്റെ ആ കറയൊക്കെ നന്നായി പോകാൻ വേണ്ടിയിട്ടാണ്. ഒന്നും കൂടി ഞാൻ കഴുകി വാരിയിട്ടുണ്ട്. ഇനി നമുക്കത് കറി വെക്കാനുള്ള ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പം അതിനായിട്ട് അരമുറി നാളികേരമാണ് ഞാൻ എടുത്തിരിക്കണേ. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3/4 ടേബിൾ സ്പൂൺ നമ്മളെ സാധാരണ മുളക് പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. അത് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മളെ കായലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ 2 കഷ്ണം പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന്, കുറച്ചധികം വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചിരുന്നു കേട്ടോ. ആ വെള്ളം നമ്മളെ മിക്സിക്ക് ഒഴിച്ചൊന്ന് ബാക്കിയുള്ള അരപ്പും കൂടെ ഒന്ന് കഴുകിയെടുത്ത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 കഷ്ണം പുളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില, പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് കറി തിക്കായി പോകും. അപ്പോൾ കായ വേവാനായിട്ടുള്ളൊരു വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയാണ് കേട്ടോ ഞാൻ അടപ്പത്ത് വെച്ചു കൊടുക്കണത്. അപ്പം അടപ്പത്ത് വെച്ചു കൊടുക്കുമ്പോൾ ആദ്യം തീ കൂട്ടിയിടുക, എന്നിട്ട് തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ചിടുക കേട്ടോ. എന്നിട്ട് അവിടെ ഇരുന്ന് അത് കുറുകി വരണം. ഏകദേശം ഒരു 8-9 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കറി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കാച്ചി ഒഴിക്കാം. ഇനി ഈ കൂട്ടാൻ നമുക്ക് കാച്ചണം. അപ്പം അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, ഒരു 1/2 ടീസ്പൂൺ ഉലുവ, അതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു കൈപ്പിടി നിറയെ കൊച്ചുള്ളി ചെറുതാക്കി മുറിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് അത് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം തന്നെ അത് മൂടി വെച്ച് കൊടുക്കുക. അതിൻ്റെ ആ മണം ഒന്നും പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ നോക്കിയേ, നമ്മളെ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.